എല്ലാവർക്കും നല്ല നമസ്കാരം. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ പരിശോധനകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് ഈ വ്യാജമദ്യം അതുപോലെ തന്നെ രാസലഹരി മുതലായവ സാധാരണയായിട്ട് കടന്നു വരാറുണ്ട്. ഇതിനൊക്കെ സ്റ്റോപ്പ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷാ പരിശോധനയാണ് പാലക്കാട് ജില്ലാ അതിർത്തിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാർ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 15 ടീമുകളായിട്ട് 156 ഉദ്യോഗസ്ഥരാണ് ഈ പാലക്കാട് ജില്ലാ അതിർത്തിയിൽ അവിടെ പരിശോധന നടത്തുന്നത്. 50 കിലോമീറ്റർ ചുറ്റളവ് സീൽ ചെയ്തുകൊണ്ടാണ് ഈ പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പാലക്കാട് ജില്ല മാത്രമല്ല, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ. ഇത് വളരെ മികച്ച ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഈ സംസ്ഥാനത്തിലേക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയങ്ങളിൽ, അതായത് ഇലക്ഷനൊക്കെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ രാസലഹരി, വ്യാജമദ്യം, വ്യാജക്കള്ള് തുടങ്ങിയവ ഇറക്കുമതി ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ ആരംഭിച്ചിട്ടുള്ളത്. യാതൊരു സംശയമില്ല, മികച്ച ഒരു പ്രവർത്തനം തന്നെയാണ്. പക്ഷേ എനിക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട സംഭവം, ഞങ്ങളുടെ ചാലക്കുടി റേഞ്ച്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാലക്കുടി റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റേഞ്ചുകളിലൊന്നാണ്. അന്നമനട ഗ്രാമപഞ്ചായത്ത് മുതൽ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വരെ നീണ്ടു കിടക്കുന്ന വലിയൊരു വിസ്തൃതമായ പ്രദേശം. ഏകദേശം 90 കിലോമീറ്റർ മേലെയുണ്ട് ഈ ചാലക്കുടി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ. വലിയൊരു ഭൂപ്രദേശമാണ് ഈ റേഞ്ചിന് കീഴിൽ വരുന്നത്. ഞാനൊരു 15 ദിവസമായിട്ട് കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഹനം അവിടെ കാണാനില്ല. ചാലക്കുടി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വാഹനം ഉണ്ടാവില്ല. എല്ലാ എക്സൈസ് റേഞ്ചുകൾക്കും വാഹനം ഉണ്ടാവും. ഈ ചാലക്കുടി എക്സൈസ് റേഞ്ചിൻ്റെ വാഹനം എവിടേക്ക് പോയി? ഈ വാഹനം കാണാനില്ല. അപ്പോൾ ഞാനിത് കുറേ നാളെ നമുക്കറിയാവുന്ന ആൾക്കാർക്ക് ചോദിക്കുമ്പോഴൊന്നും മിണ്ടുന്നില്ല. ഞാൻ ഇന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ പോയി ഞാൻ ചോദിച്ചാൽ പറയാൻ സാധിച്ചത്, ഇങ്ങനെ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് പാലക്കാട് പോയിരിക്കുകയാണ് വാഹനം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും ചുറ്റളവ് വരുന്ന സ്ഥലത്ത് ഏതെങ്കിലും കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അവർ പറഞ്ഞത്, ഇരിഞ്ഞാലക്കുട റേഞ്ചിൻ്റെ വാഹനം ഇടയ്ക്ക് വിളിച്ചിട്ടാണ് പോകുന്നതെന്ന്. ഇതെങ്ങനെ ശരിയാവും? കാരണം ചാലക്കുടി റേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം മലയോര പ്രദേശമായിട്ടുള്ള അതിരപ്പള്ളി, അതുപോലെ തന്നെ അടിച്ചിലി, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വ്യാജവാറ്റും ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എക്സൈസ് അവിടെ ഇടപെടുന്നതുകൊണ്ടാണ് അവിടെ അത്തരം പ്രശ്നങ്ങൾ അവസാനിച്ചു പോകുന്നത്. അപ്പോൾ ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വാഹനം പോലും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണെന്ന്. സർക്കാർ ചെയ്യുന്ന ഈ പരിശോധനയെ ആരും എതിർക്കുന്നതല്ല. പക്ഷേ ചാലക്കുടി പോലുള്ള വലിയ റേഞ്ചിലെ വാഹനം ഈ പാലക്കാട് കൊണ്ടുപോയി ഇടുമ്പോൾ ഇവിടെ ഒരു കാര്യത്തിനും നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. ചാലക്കുടി റേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ, മലക്കപ്പാറ വരെ കിടക്കുന്ന പ്രദേശം മാത്രമല്ല, തൃശ്ശൂർ ജില്ലയിലെ ഏക ഡി അഡിഷൻ സെൻ്റർ ഉള്ള സ്ഥലം, ട്രൈബൽ പഞ്ചായത്തുകളുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് റേഞ്ചാണ് ചാലക്കുടി റേഞ്ച്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി ആലോചനയില്ലാതെ ഇത്തരം പദ്ധതി ഒരുക്കുന്നത്? ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പിന്നെ ഇങ്ങനെ എങ്ങനെ വാടകയ്ക്ക് ഓട്ടോറിക്ഷ വിളിച്ചു പോകും? ഒരു കാര്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അടിയന്തരമായിട്ട്, ഞാൻ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ വിവരങ്ങൾ വിളിച്ചറിയുന്ന ആളാണ്. ഞാനൊരു വിഷയം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങനെയാണത് പോവുക? ഓട്ടോറിക്ഷ വിളിച്ച് പോകുമോ, അത് വേറെ എന്തെങ്കിലും ചെയ്യുമോ? ഇത് പരിശോധിക്കപ്പെടേണ്ട സംഭവമാണ്. 15 ദിവസമായിട്ട് ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസിൻ്റെ മുന്നിൽ അവർ ഉപയോഗിക്കുന്ന വാഹനം കാണാനില്ല. വാഹനം പാലക്കാടേക്ക് കൊണ്ട് പരിശോധനയുടെ ഭാഗമായിട്ട് അവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ തീർച്ചയായിട്ടും സംവിധാനങ്ങൾ ഇടപെടണം. സംവിധാനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഇവിടെ MLAയും മറ്റു ആളുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അവരൊക്കെ വിഷയത്തിൽ ഇടപെടേണ്ട സംഭവമാണ്. അവർ എന്ത് നോക്കിയിരിക്കണമെന്ന് അറിയില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനായിട്ട് ഇത്തരത്തിലുള്ള വ്യാജലഹരിയും വ്യാജമദ്യവും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചാലക്കുടി റേഞ്ചിൻ്റെ കീഴിൽ നിർലോഭം ഒഴുകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നന്നേ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. കാരണം വാഹനമില്ല, വാഹനം പാലക്കാട് പോയി കിടക്കുകയാണ്. ഇത് എന്തെങ്കിലും ഒരു മാറ്റം ഇതിൽ കൊണ്ടുവരണം. കാരണം അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ നടക്കാനായിട്ട് സാധ്യതകളുണ്ട്. ഇത്തരത്തിലുള്ള ഈ വ്യാജമദ്യവും വ്യാജ കള്ളും ലഹരിയും രാസലഹരിയും ഒക്കെ ഒഴുക്കുന്ന സമയത്ത് ഇവരൊക്കെ പിടികൂടാനായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും? ഓട്ടോറിക്ഷ വിളിച്ചു പോകേണ്ട ഗതികേടിലേക്ക് വരും. ഇതൊന്ന് ശ്രദ്ധയപ്പെടുത്താണ്. അതീവ ഗൗരവമുള്ള സംഭവം. 90 കിലോമീറ്റർ ഏറെ ചുറ്റളവിൽ കിടക്കുന്ന ചാലക്കുടി എക്സൈസ് റേഞ്ചിൻ്റെ വാഹനം അത് പരിശോധനയുടെ ഭാഗമായിട്ട് പാലക്കാട് കൊണ്ടിട്ടിരിക്കുകയാണ്. ഇവിടെ വാഹനമില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടൊന്നും പറയണില്ല. പക്ഷേ ഉദ്യോഗസ്ഥരും വളരെ ബുദ്ധിമുട്ടാണ്. ഇരിഞ്ഞാലക്കുട റേഞ്ച് ഓഫീസിൻ്റെ എക്സൈസ് റേഞ്ച് ഓഫീസിൻ്റെ വാഹനം വരുത്തിച്ചിട്ടാണ് ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം.